ഓരോ നുണകൾ പറഞ്ഞിട്ട് കയ്യിൽ നിന്നുള്ള പൈസയും മേടിച്ചോണ്ട് പോകും. പിന്നെ മാഷിട്ട് എറിഞ്ഞാൽ കാണൂല. ഈ വക നായകളൊക്കെ വിഷം കൊടുത്തു കൊല്ലാണ്. പോക്കാതിരുന്നപ്പോൾ ഒരുങ്ങാതിരുന്നപ്പോൾ ഇതോ ആ രാമൻകുട്ടി അവിടെ കണ്ടോ? ഇല്ല. വീട്ടിലും ഇല്ല നാട്ടിലും ഇല്ല. എവിടെ പോയി കിടക്കണേ? എന്തേ? ഇല്ലല്ലോ ഒന്നുമില്ല. പൈസ തരാണ്ടാവും അല്ലേ? ലേശം പൈസ തരണ്ടേ? അല്ല മാഷ്, നിങ്ങൾ എന്തിനാ നാട്ടിലുള്ളവർക്ക് മുഴുവൻ ഇങ്ങനെ പൈസ കൊടുക്കാൻ നിക്കണത്? നിങ്ങൾ പലിശക്ക് പൈസ കൊടുക്കാത്ത ഒരാള് ഞാൻ മാത്രമേ ഇപ്പൊ അവിടെ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അണക്ക് എന്തായാലും തരില്ല. അണക്ക് തരില്ല. നിങ്ങൾക്ക് എന്തൊക്കെയാ വേണ്ടിയേ? എനിക്ക് കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ വേണം. പറഞ്ഞോളി, എന്തൊക്കെയാ വേണ്ടത്? ഒരു തക്കാളി, ഒരു സവാള, പിന്നെ ഒരു കിഴങ്ങ്, ഈ പയറൊരു 3 എണ്ണം വെച്ചോ. തൂക്കിക്കോ. മാഷെ ഇങ്ങോട്ട് നോക്കി. ഇവിടെ ഈ 1ഉം 2ഉം ആയിട്ട് കൊടുക്കുന്നത് മുട്ടായിയാണ് കുട്ടികൾക്ക്. ഈ പച്ചക്കറി തൂക്കിയിട്ടാ ഞാൻ കൊടുക്കല്. തൂക്കിക്കോ. ഒരു 100 ഗ്രാം തൂക്കാം. 100 വേണ്ട. 100ഒക്കെ അവിടെ കൊണ്ടുപോയിട്ട് ആര് തിന്നാനാണ്? 50 എടുക്കാന്ന്. ഒരു വയറിനുള്ളത് പോരവനെ. ബാക്കി ഫ്രിഡ്ജിൽ വെക്കാലോ. ഫ്രിഡ്ജൊന്നുമില്ല. ഫ്രിഡ്ജും ഇല്ലേ? ഫ്രിഡ്ജൊന്നുമില്ല. ഇത് തൂക്കിയാൽ മതി. അത് മതി. എങ്ങനെയാണ് നിങ്ങൾ ഈ പറഞ്ഞ മാതിരി എടുക്കുക? പയറ് 3 എണ്ണത്തിന്റെ തത്തനെ വളർത്തുന്ന നിങ്ങള് വീട്ടില് തത്ത കൊടുക്കാനാ? തത്തൊന്നുമില്ല. നിങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നില്ലേ? പെൻഷൻ കേട്ടിട്ടുണ്ട് ഇല്ലേ? മക്കൾക്ക് 2ആൾക്കും ഗവൺമെന്റ് ഉദ്യോഗം. നാട്ടില് മുഴുവൻ പലിശക്ക് പൈസയും കൊടുക്കുന്നുണ്ട്. ഇത് എങ്ങോട്ടാ നിങ്ങൾ ഉണ്ടാക്കി വെക്കണത്? അതേ, നിനക്ക് അറിയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്താണ്? സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാന്ന് ചൊല്ലുണ്ട്. കേട്ടിട്ടുണ്ടെങ്കിൽ ഇനി എങ്ങോട്ട് തിന്നാനാണ് പ്രായത്തില്? പല്ലൊക്കെ ഉണ്ടോ? കുട്ടിയെ മൊയ്തോ, ഞാൻ നിന്നെ വെല്ലിപ്പാന്റെ അടുത്ത് സാധനം വാങ്ങിയിട്ടുണ്ട്. എനിക്കറിയാം. വാപ്പാന്റെ അടുത്തും വാങ്ങിയിട്ടുണ്ട്. നീ നിന്റെ മോന്റെ അടുത്തും വാങ്ങും. അതൊക്കെ കാണാൻ ജീവിച്ചിരിക്കോ മാത്രം നോക്കിയാ മതി. നിങ്ങൾ ചങ്കിപ്പെടണ വർത്താനം പറയില്ല നിങ്ങള്. അപ്പൊ പറഞ്ഞ സാധനമൊക്കെ ഞാൻ എടുത്തിക്കണ്. കവറിന്റെ പൈസയും കൂടി ഉണ്ടാവും കേട്ടോ. കവറൊന്നും വേണ്ട. ഞാൻ പഞ്ചായത്തിന് ആൾക്കാർ വരും ഇത് കവർ കൊണ്ടുപോകാൻ വേണ്ടിട്ട്. അപ്പൊ അവർക്കും കൊടുക്കണം പൈസ. ഒരു കടലാസ് പൊഞ്ഞു. അല്ലാത്ത മനുഷ്യനാണ് നിങ്ങൾ. ഇടങ്ങറുണ്ടാക്കാൻ. എത്ര പൈസയാണ്? കുറച്ച് കൂട്ടണട്ടാ. കുറച്ച് കൂട്ടണം. 650 സാധനം അടിക്കും. എത്ര? 650. 50 പൈസക്കെ ഇപ്പൊ ഉണ്ടോനെ? അങ്ങോട്ട് കൊണ്ട 50 പൈസ. 5 ഉറുപ്പ്യ വെച്ചോ. മതി. പക്ഷെ 650 എടാ 50 പൈസക്കെ ഇപ്പൊ ഉണ്ടോ? അന്റെ അടുത്തുണ്ട് 50 പൈസ? അല്ല, ആരും 50 പൈസ ഒന്നും എടുക്കില്ല. 50 പൈസ അതിന്റെ ഇപ്പുറത്ത് 1 ഉറുപ്പ്യ ഉണ്ടല്ലോ. കണക്ക് പറയുന്നത് ഒരു 650 അല്ലേ? ഇത് 5 ഉറുപ്പ്യക്ക് ഉള്ളതേ ഉള്ളൂ. ചെല്ലി. അതാണ് 5 ഉറുപ്പ്യ സാധനം മേടിക്കാൻ ഇറങ്ങിയാ പോലും. രാമൻകുട്ടീനെ ഇവിടെ എവിടെയെങ്കിലും കണ്ടാലേ ഞാൻ അന്വേഷിച്ചു എന്ന് പറയണ്ടാ. രാമൻകുട്ടീനെ ഞാൻ കണ്ടില്ല. അവിടെ പോത്തും കുട്ടിയുണ്ട്. പോണി കണ്ടോളി. നമ്മ ഇതോ മാഷോട് പോട്ടേട്ടാ. ശരി. കാലിന് മുട്ടൊക്കെ നീക്കാൻ വലിയ പാടാടോ. ചെറുപ്പല്ലോ. ഇതാരാ? സുഗതനല്ലേ? കാടം വാങ്ങി കൊണ്ടുപോയിട്ട് പിന്നെ മൂങ്ങി നടക്കല്ലടാ. എന്തൊരു കഷ്ടം നോക്ക്. എന്റെ പൈസ നാക്കിയിട്ട് പോണതേണ്ട. സുഗത എവിടെ പോയി? സുഗത നിക്കണവിടെ. സുഗത നിർത്ത. ഉണ്ണിയാ? അതെ, മാഷോടെ കൊണ്ടോ? ഫുള്ളാണ്. ഫുള്ളോ? ഇത് ഫുള്ളാണ്. ഫുള്ള് മനസ്സിലായി. ഫുള്ള്
മൂലയിലിരിക്കെ. ആ ഇവിടെ ഇവിടെ എവിടെയെങ്കിലും കൂട്ടെ. സ്ഥലമില്ലേ സ്ഥലമില്ലേ ചന്തി അങ്ങനെ നീക്കടാ. നീങ്ങുന്നില്ലേ ആ താളുണ്ട് അങ്ങനെ നീക്ക്. നീങ്ങാൻ പറ്റണില്ലേ ഉള്ളാണ്. മാഷേ റിട്ടേൺ ആയിട്ട് വരും അപ്പൊ കൂട്ടിട്ട് പോവാ. എന്നാ ഞാൻ ഇവിടെ ഇരിക്കാം. ഇവിടെ ഇരിക്കാം. ഇവിടെ അല്ല മാഷേ അത് മാഷേ നീക്കോ 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 നീക്കോ. അല്ല അങ്ങനെ ഇവിടെ പോലീസ് വന്ന കേസാന്ന് മാഷേ. കുഴപ്പമില്ല കുഴപ്പമില്ല. കുറച്ച് നീങ്ങ കുറച്ച് നീ കുറച്ചും കൂടി നീങ്ങേ. തന്നെ അതന്നെ പടിഞ്ഞു കേട്ടോ. എവിടെ പോണ്? അതെ ഒന്നും അറിയാനില്ല. ഇത് ഫസ്റ്റ് മുകളിലോട്ടി, ആ ഇത് ആക്സിലേറ്റർ. ആ ഇത് മെല്ലെ മൂവ് ചെയ്താതെ ആ. നിങ്ങൾക്ക് പോകേണ്ട സ്ഥലത്തെത്തും. ആ. എല്ലാം കഴിഞ്ഞിട്ട് എന്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി വേണ്ടി ഞാൻ പോയിട്ട് വരാം. ഏയ്, അല്ല അല്ല ഇവിടേക്ക്. പിന്നെന്താ ആക്കല് മാഷേ? പിന്നെ ഞാൻ ഇരിക്കേണ്ട സ്ഥലം രണ്ടാളൊക്കെ പോകുന്നില്ലേ? രണ്ടാളൊക്കെ പോകും. വണ്ടി നമ്മളെ ചോറാന്ന്. അതെ അതെ. മാഷ എന്റെ സീറ്റിലിരിക്കുമ്പോ ഞാൻ എങ്ങനെയാ മാഷോട് പൈസ മേടിക്കല്? നിന്റെ സീറ്റ് അല്ലേ ഇത്? പിന്നെ എന്തിനാ പൈസ തരുന്നത്? പോട്ടെ പോട്ടെ വണ്ടി പോട്ടെ. പോവാ. എടുത്തോ 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 എടുത്തോ. ആ ഞാൻ മാഷെ നമസ്കാരം. നമസ്കാരം. എന്തേ പൈസ വേണോ? അല്ല എന്നെ മനസ്സിലായില്ലേ? മാഷിനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പഠിച്ചോ? ഇപ്പൊന്നും ആയിട്ടില്ല. എന്നാ പോടുന്നു. ഇല്ലേ ചെയ്തടാ. ഇതോ ആ ആ ഇവിടെ ഉണ്ടോ? ആരാത്? ആ ഇത് പരിചയമില്ലാത്ത ഒരാളാ. അങ്ങോട്ട് ആ മാഷനെ മാഷനെ. ആ എന്താ കാണാനില്ലപ്പോ? ഇവിടെ ഉണ്ട്. എവിടെ ഉണ്ട്? അവിടെ ഉണ്ട്. ആ എന്താ വിശേഷങ്ങള്? എന്താ വിശേഷം? എവിടേക്ക് വന്നാ? ഞാനില്ല, ഞാൻ കിടുവ തന്നെ. ഇവിടേക്ക് വന്നാ? അയ്യോ ഞാൻ എന്നാ വിളിച്ചാന്ന് ഞാൻ അങ്ങോട്ട് വന്നായിരുന്നു. എന്തിന് ഇരിക്കണ്ടോ? ഇരിക്കണമൊന്നുമില്ല, ഞാൻ പോവാ. അല്ലാതെ സായന്തരം വിളിച്ചിട്ട് പോവാ. എന്തിനു ചായ? അതെ ഞാൻ തരാളെ കിടുക. തരാ അത് തരാം പക്ഷേ തരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കൊണ്ടാ. അല്ല അതേ ആ എനിക്ക് വേറെ പല പരിപാടികളുണ്ട്. പൈസ ഇല്ല. ഭാര്യയുടെ അനുജത്തി വന്നു. ഭാര്യയുടെ അനുജത്തിയായി എന്ന് പറഞ്ഞ എത്ര കാര്യം വന്നിട്ടുണ്ട്. ഞാൻ തരാം പൈസ ഞാൻ തരാം. പൈസ ഇന്ന് പിടിച്ചോണ്ടായതാണ്. അല്ലാതെ ഇത് മേടിച്ചു കൊണ്ടുപോയിട്ട് കുറെ ദിവസമായി. ആ കുട്ടിയുടെ കല്യാണത്തിന് കുട്ടിയുടെ കല്യാണത്തിന് കാര്യം എന്നോട് പറയേണ്ട കാര്യമില്ലല്ലോ. എന്നോട് പറയണോ? പിന്നെ പലിശ തരാ. പൈസ തരുന്നില്ലേ? ഞാൻ തരാണ്ടിരുന്നിട്ടൊന്നുമില്ലോ. എപ്പോ തന്നു? അങ്ങനെ പറയല്ലോ മാഷേ. തന്നെന്ന് പറ. മാഷ ഞാൻ 16,000 ചില ഉറുപ്പ്യൊക്കെ ഞാൻ പലിശയായിട്ട് അങ്ങോട്ട് തന്നിട്ടുണ്ട്. ഇപ്പൊ 6,000 റുപ്യ പലിശ? അല്ല 13 റുപ്യോളം വരും. ആ പൈസ എനിക്ക് തന്നിട്ടില്ല. ഒരു കഷ്ടം. മാഷ എങ്ങനെയൊന്നും പറയില്ല. മാഷിനെ പോട്ടെ, പലിശ എടുത്തിട്ട് വാ. പോയിട്ട് എടുത്തിട്ട് വാ. ഞാൻ പഠിക്കാം. അല്ല ഞാൻ പഠിക്കും. ഞാൻ ഇവിടെ കുത്തിരിക്കും. അയ്യോ അതെ ഞാൻ തരാം മാഷ. ഞാൻ കൊണ്ടുവന്നരാ. എടുക്കേ. ഇപ്പൊ ഇല്ലാത്തോണ്ടാണ് ഞാൻ പറയണത്. അല്ല മാഷ ഞാൻ പറഞ്ഞില്ലേ ഒരു മനുഷ്യൻ വരുന്നില്ലല്ലോ പീടികയില്. അപ്പൊ എന്താ ഞാൻ മനുഷ്യനല്ലേ? എന്നാ ഞാൻ മനുഷ്യന്റെ കൂട്ടത്തിൽ പെടുത്തിയില്ല. അല്ലെങ്കിൽ ഇവിടെ സാധനം മേടിക്കാൻ വരുന്ന ഈ പത്രം വായിക്കാൻ വരുന്നല്ലേ ഇവിടെ ഒരു പത്രമൊക്കെ പെരയിൽ ഇട്ടുകൂടാ. എനിക്ക് വായിച്ച പോരെ, അതിനെന്തിനാ കാശ് ചെലവാക്കണ്? എന്നാ പറഞ്ഞേ? ആരാ മന്ത്രിയെ പോണ്? അന്തരല്ല, ആംബുലൻസാ. ഇപ്പൊ ഞാൻ ഒന്നും വാങ്ങണില്ല എന്നെ പരാതി. എനിക്ക് എന്താ ഇവിടുന്ന് വാങ്ങല്? 2 ലിറ്ററിന്റെ സോഡ എടുക്ക്. കാര്യട്ടാ? എരിവുള്ള മിച്ചറുണ്ടാ? എരിവുള്ള മിച്ചറുണ്ടാ? എരിവുള്ള മിച്ചറില്ല. പിന്നെ എരിവുള്ള എന്താ ഉള്ളത്? പച്ചമുളക് ഉണ്ട്. അതെന്റെ വാപ്പയ്ക്ക് കൊണ്ട് കൊടുക്കും. കള്ളു കുടിക്കാൻ ആരെങ്കിലും പച്ചമുളക് ഉപയോഗിക്കണം? ഓടെ എടുക്കാം. എന്നിട്ട് ഇന്ന് വണ്ടി ഓടണ്ട. നീ വണ്ടി ഓടണ്ടാ, നമുക്ക് വേറെ പരിപാടി ഉണ്ട്. അവസ്ഥ തന്നെ.
ഇതടാ എന്തേ എന്താണ് വിഷമം? നിങ്ങള് സംഭവം എന്ന് പറഞ്ഞിട്ടേ എന്തേ നമ്മളെ സത്യമാഷ് സത്യമാഷിക്ക് എന്തേ? സത്യമാഷ ആശുപത്രിയിലായത് അറിഞ്ഞില്ലേ ഈ എന്ത് പറ്റി? ഇജ്ജ് അറിഞ്ഞില്ല? ഇല്ല. അയ്യയ്യയ്യേ എടോ സത്യമാഷേ നമ്മളെ ശീതളിന് പൈസ കൊടുത്തില്ല മൂപ്പര് പലിശക്ക്. അതിന്റെ പലിശ പഠിക്കാൻ വേണ്ടി പോയതാ. ആടെ ഇത്തിരി വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ മൂപ്പര് കഴിഞ്ഞു വീണു. അവിടുന്ന് നേരെ ആശുപത്രി കൊണ്ടുപോയതാ. എന്താ സ്ഥിതി? സ്ട്രോങ് ആണ്. സ്ട്രോങ്? അതേ മൊത്തം തളർന്നു പോയില്ലേ, മൊത്തം ഈ ഭാഗം മൊത്തം പോയിനി. അത് സ്ട്രോക്ക് അല്ലേ കഴുതേ? സ്ട്രോക്കാരും സ്ട്രോങ് അല്ലേ വന്നത്, സംഭവം സ്ട്രോങ്ങിലാ. ഐശ്വര്യാന്ന് ഇപ്പൊ ഇല്ലേ? ഐശ്വര്യാണ്. അല്ല ആരൊക്കെ ഉണ്ടപ്പോ? മക്കളൊക്കെ വന്നിട്ടുണ്ടല്ലോ. മന്മഥനും മണ്ടോതിരിയൊക്കെ ഉണ്ടോ? ഇനി ആര് വന്നാരത്, സംഭവം സ്ട്രോങ് അല്ലേ? സ്ട്രോങ് അല്ല സ്ട്രോക്ക്. രക്ഷപ്പെടും. ഏടെ രക്ഷപ്പെടാൻ പറ്റും, ഒന്നും മിണ്ടാന്നും പറ്റില്ല. ആളെ മനസ്സിലാവുന്നില്ല, ഇങ്ങനെ നോക്കി നിൽക്കും. ഭാഗ്യം. അല്ല മറ്റേ ഈ മക്കളൊക്കെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോ അടുത്തെത്തിയത് മാഷിന്റെ ഭാഗ്യം എന്ന് പറയും. പാവട്ടെ മാഷ്, എന്നെ എപ്പ കണ്ടാലും മോനെ മോനെ എന്ന് ഇങ്ങനെ വിളിക്കും. ഇന്നോ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ടേ മൊയ്തോ മോനെ ഇത്തിരി പച്ചക്കറി വേണമെന്നുണ്ടെങ്കിൽ ഒരു തക്കാളി, ഒരു ഉള്ളി, ഒരു 3 പയറ്, അങ്ങനെയൊക്കെ മേടിക്കും. അത് 6.50 5 ഉറുപ്പ്യ എന്നിട്ട് അല്ല അന്നല്ല എന്റെ പുറകിൽ ഓടിയ മാറ്റി വിടുന്നു. എന്ന് എടാ മിനിഞ്ഞാന്ന് മിനിഞ്ഞാന്ന് അന്ന് ഞാൻ കൊപ്രാട്ടം പോകുമ്പോ ആ തലയിൽ ചാക്കും വെച്ച് പോകുമ്പോഴല്ലേ? ആവിന്റെ മൊയ്തു അന്ന് ഞാൻ പോകുമ്പോ ഇവിടെ അങ്ങോട്ട് എത്തിയപ്പോടാ ഒരു പട്ടി കുറുകെ അങ്ങോട്ട് ചാടി. പേടിച്ചിട്ട് ഞാനൊരു ഒറ്റ ഓട്ടാ. അല്ല പട്ടി അന്നെ കണ്ട് പേടിച്ചു ഓടണല്ലോ ഞാൻ കണ്ട്. ഞാൻ പട്ടിയെ കണ്ടിട്ട് ഓടിയതാണേ. ആണോ? മാഷപ്പ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? മാഷ് അന്നെ എത്ര പ്രാവശ്യം വിളിച്ചു? അന്ന് മോനെ നല്ല വിളിച്ചേ, നായിയെന്ന് തന്നെ വിളിച്ചേ, ഞാൻ കേട്ടിക്കണ്. മാഷ് ഉണ്ടായിരുന്നില്ലേ? പൈസ കൊടുത്തു ഈ മാഷക്ക്? ഞാൻ കണ്ടില്ലേട്ട മാഷനെന്ന്. സുധാ പൈസ ഞാൻ പിറ്റേ ദിവസം കൊടുത്തല്ലോ. ഉറപ്പാണോ? പിന്നെ എനിക്ക് അങ്ങനെ ആരുടെയും പൈസ ഒന്നും വേണ്ട, സഹായിച്ചവരെ ഞാൻ മറക്കും ചെയ്യില്ല. ഞാൻ അപ്പൊ തന്നെ കൊടുത്തു പലിശ. മാഷ് എന്താ അറിയോ, എത്ര ആൾക്കാർക്ക് ആ പൈസ കൊടുത്തിട്ട് ഇവിടെ രാഘവേട്ടല്ലേ, രാഘവേട്ടന് 15,000 ഉറുപ്പിക കൊടുത്ത് ഇതുവരെ കൊടുത്തില്ല രാഘവേട്ടൻ. എല്ലാരും പറ്റിച്ചടക്കുകയാണ്. ശീതളിന്റെ വീട്ടില് പൈസ വെക്കാൻ ചെന്നല്ലേ? ഇപ്പൊ 1-2 പറഞ്ഞിട്ട് ശീതളിനെ എങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടാണോ വീണ്? അങ്ങനെ ഉണ്ടാവൂ? അല്ല പറയാൻ പറ്റില്ല. വെറുതെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാക്കില്ല, അതൊന്നും എനിക്കൂല. ഒരു വയസ്സായ ആളല്ലേ. മാഷ് റിട്ടയർഡ് ആവുന്ന സമയത്ത് ഞാൻ 1ാം ക്ലാസ്സിലായിരുന്നു. എന്നെ ആദ്യാക്ഷരം പഠിപ്പിച്ച. ഇപ്പൊ മാഷ് എനിക്ക് എന്റെ സ്വന്തം അണ്ണാച്ചിനെ പോലെയാ. എന്റെ വാപ്പനെ അതെ, പലിശക്ക് ഞാൻ കടം കൊടുക്കും. അപ്പൊ നമുക്കൊരു അണ്ണാച്ചിയല്ലേ. നീ കൊടുക്കണ്ടാവും. ഞാൻ കൃത്യം കൊടുക്കും. പലിശക്ക് പലിശന്റെ എല്ലാം കൊടുക്കും. എന്നാലും ഒരു ചെറിയ കുഞ്ഞി ബാങ്ക് പോലെയാണ് എനിക്ക് മാഷ്. മാഷ് പോയപ്പോ അടിപറ്റിയത് എല്ലാ കാര്യത്തിലും എന്റെ വണ്ടിയാണല്ലോ വിളിക്കുക. അപ്പൊ അത് പോയില്ലേ? പാവം വിഷമമുണ്ട്. എന്റെ വാപ്പനെ പഠിപ്പിച്ച മാഷ. അതെ, എന്തായാലും മാഷ് പോയത് താങ്ങാൻ പറ്റില്ല. ഞാൻ 2 ലിറ്ററിന്റെ സോഡ എടുത്താൽ വിഷമം മാറും. ഇതൊക്കെ അതെല്ലാം എടുക്കുമ്പോയിരിക്കും നിങ്ങൾ സ്റ്റോക്കിൽ പോലെ പറയാൻ പറ്റില്ല. അത്രേ വേണ്ടു. ഒരു സാധനം എടുക്കുമ്പോൾ മൊത്തം തളർന്നു നോക്കണം. നീ ചെല്ലി പേപ്പർ വെച്ചോ, ഇത് എഴുതിക്കോട്ടോ. ഈ വണ്ടി എടുത്താ വേണം നടന്നടിക്കോ. വാ, വിഷമല്ലടാ, വിഷമം ഇങ്ങനെയൊക്കെ തീർക്കാൻ നമ്മള്. വാ. അച്ഛാ അച്ഛാ, അതെ ഞാൻ ചോദിക്കാം. അപ്പൊ അച്ഛന് വർത്താനം പറയാൻ പറ്റില്ലെങ്കിൽ വേണ്ട, ഇങ്ങനെ തല ആട്ടിയാലും മതി. അച്ഛന്റെ പാസ്ബുക്കില്ലേ, പാസ്ബുക്ക് ബാങ്കിലത്തെ, അത് അച്ഛന്റെ അലമാരിയിലാണോ ഉള്ളത്? അച്ഛാ എന്താ അറിയോ, ഈ കാര്യങ്ങളൊക്കെ അച്ഛന് മാത്രല്ലേ അറിയുള്ളൂ. ഇനിയിപ്പൊ അതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കണ്ടേ? അച്ഛനിങ്ങനെ ഒന്നും പറയാതെ ഇടുന്ന എങ്ങനെയാ? അച്ഛന്റെ കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടോന്നൊക്കെ അറിയണ്ടേ നമുക്ക്? അച്ഛനൊന്ന് ഓർത്തു നോക്കിക്കേ. ദേ മന്മേട്ടനൊക്കെ നോക്കിയിട്ട് വന്നേക്കാ. അവിടെയൊക്കെ നോക്കി. അതെ, അച്ഛനോട് ഇങ്ങനെ തലയാട്ടാൻ പറഞ്ഞിട്ടും കേൾക്കണില്ല. ഞാന് ആ മേശപ്പുറം അലമാരൊക്കെ നോക്കി. ATM കാർഡ് 3 ഉണ്ട്, അതുപോലും കാണാനില്ല. ഇതൊക്കെ എവിടെയാണ് കൊണ്ടുവച്ചേക്കണത്? അച്ഛാ ഞാൻ പറയട്ടെ, അച്ഛന്റെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ കാണാതായിരിക്കണെന്ന്. അങ്ങനെ കാണാതെ പോയാ പറ്റില്ലല്ലോ. അച്ഛാ മന്മഥനാണ്. അച്ഛാ എപ്പോഴും പറയാറുണ്ടല്ലോ, അച്ഛന്റെ ആവശ്യത്തിന് വേണ്ടി ഒരു പൈസയും മക്കളെ കൊണ്ട് ചെലവാക്കില്ല, എല്ലാം ഞാൻ കരുതിയിട്ടുണ്ടെന്ന്. ആ കരുതിക്കണ പൈസ ഇവിടെ ഉണ്ടോ, ബാങ്കിലാണോ, എന്തായാലും ഒന്ന് പറ. ഇപ്പൊ തന്നെ ആശുപത്രിയിൽ 5-6 ലക്ഷം രൂപയായി. മാഷേ, ഹലോ,
നോക്കട്ടെ. വരുന്നു. അച്ഛാ, നമ്മുടെ ആധാരല്ലേ ആധാരം, അത് അച്ഛന്റെ അലമാരിയുടെ ഉള്ളിലാണോ വെച്ച് പൂട്ടിയേക്കണേ? നമസ്കാരം. ആ മാഷറിനെ കാണാൻ അച്ഛൻ. ആ അച്ഛാ, നമ്മുടെ ആധാരം. പക്ഷേ അതാരാ വന്നേക്കണെന്ന് നോക്കിയാച്ചാ. പക്ഷേ ശീതളനാണ്. വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ഭക്ഷണൊക്കെ എങ്ങനെ? എന്തെങ്കിലും ജ്യൂസ് പോലത്തെ അങ്ങനത്തെ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. അല്ലേ? ഒന്നും തിരിച്ചു പറയില്ല, അതാണ്. ഒന്നും പറയാൻ പറ്റില്ല. എന്തായാലും ശീതളിന്റെ വീട്ടിൽ വെച്ച് സംഭവിച്ചത് നന്നായി. മാഷ എന്തോ അങ്ങനെ ഒരു തമാശ പറഞ്ഞ് പൊട്ടി ചിരിച്ച് ഞാൻ അങ്ങനെ നോക്കി നിൽക്കുമ്പോ നാക്കൊരു സൈഡിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. ഓ, പിന്നെ എന്റെ ഒരവസ്ഥ എന്ന് പറയാണ്ടോ. പഠിപ്പിച്ച മാഷും കൂടിയല്ലേ, ഞാൻ 2 കൈകൊണ്ട് ഇങ്ങോട്ട് താൻ. പിന്നെ എന്താ ഉണ്ടായി നിൽക്കും പിടുത്തല്ല. വല്ല റോട്ടിലോ വല്ല വണ്ടിയിലൊക്കെ പോകുമ്പോഴാച്ച എന്താ സ്ഥിതി. വലിയ ഇഷ്ടായിരുന്നേ. എപ്പോഴും എന്തെങ്കിലൊക്കെ ഒരു തമാശ പറയാനായിട്ട് ഒന്ന് വീട്ടിൽ വന്ന് കേറിയിട്ട് പോകും. എന്നോടൊരു പ്രത്യേക താല്പര്യമായിരുന്നു മാഷിന്. മാഷ് പറയടാ, നീ എനിക്ക് മകൻ തന്നെ എന്നൊക്കെ പറയണേ. ഞാൻ പറയും ഇങ്ങനെ വാരിക്കോരി ഒന്നും കൊടുക്കണ്ട, മാഷിനെ പറ്റിക്കോ ആൾക്കാർ. പക്ഷെ ഇപ്പൊ അച്ഛന്റെ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പം പൈസ ഒരു 5-6 ലക്ഷം രൂപ ആയത് ഞാൻ ചെലവാക്കി. പക്ഷെ അത് അച്ഛൻ അറിയില്ലല്ലോ. അന്ന് അച്ഛനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി അച്ഛന്റെ പൈസ എവിടെയാണെന്ന് വെച്ചാൽ അതൊന്നും നമുക്ക് കിട്ടിയ കാര്യങ്ങളൊക്കെ ആ രീതിക്ക് ചെയ്യായിരുന്നേ. ഒന്നും പറയാൻ പറ്റില്ല അല്ലേ? ഒന്നും പറയണില്ല, കൊറേ ഞാൻ ചോദിച്ചു. അല്ല, കുറച്ച് കഴിഞ്ഞാലെങ്കിലും ഈ സംസാരശേഷി തിരിച്ചു കിട്ടോ? അങ്ങനെ ഒരു മാറ്റമൊന്നും പ്രതീക്ഷിക്കേണ്ടതാണ് ഡോക്ടർ. അതെ അല്ലേ?